ശ്യാമളം എഴുന്നേറ്റില്ലേ? കിടന്നപ്പോ ഞാൻ വിചാരിച്ചു അന്നേരമായിരിക്കും വന്നെന്ന്. ഞാൻ വന്ന 1:30 1:30 2 കുടയൊന്നും വേണ്ട, നല്ല മഴയായിരിക്കും വൈകിട്ട് വരും, പറഞ്ഞില്ലാന്ന് വേണ്ട. ഫോൺ എടുത്തോ, ഫോൺ എടുത്തോ. ടാറ്റ. കോഴി പാട്ട് പാടുന്നു. ക്യാമറ എൻ്റെ കയ്യിലോട്ട് തന്നിട്ടാ പോയെ, കൊണ്ടുപോകുന്നില്ല, ഈ മഴയും പിടിച്ചോണ്ടെന്ന്. ഇന്ന് ഉത്രാടല്ലേ? നാളെ തരുമോ? ഇവിടെ ഉത്രാടത്തിനാണോ പ്രവീണല്ല വന്നേ? ഓണത്തിനാ വന്നേ? അതെ. ഐ ഡി കാർഡ് വെച്ചോടെ ഫോട്ടോ എടുത്ത് എന്നാത്തിനാ? ഐ ഡി കാർഡും വെച്ച് ഫോട്ടോ എടുക്കുന്ന എന്നാത്തിനാ? അതൊന്ന് പറഞ്ഞു തരാവോ? എന്തിനാ ഐ ഡി കാർഡ് വെച്ച് ഫോട്ടോ എടുക്കുന്നേ? നല്ല തല്ലിനാ. ഞാൻ ഓണമാണെന്ന് ഞാൻ വിചാരിക്കുകയല്ലോ കേട്ടോ. പിള്ളേർക്ക് പിന്നെ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് പറയല്ലേ? അടിക്കടി അടിക്ക. അങ്ങോട്ട് വെള്ളം വീഴുന്നുണ്ടോന്ന് അറിയത്തില്ലല്ലോ. ഇവിടെ അല്ലേ വെള്ളം വീഴുന്നേ? ഈ അക്ക കളിക്കുന്ന എന്തിനാണെന്നറിയോ? അതിനകത്ത് വന്ന് സ്വന്തം ഈ വരുന്ന അത്രയും പോലും വേണ്ട, സ്വന്തം ചെരുപ്പ് എടുക്കാതെ അങ്ങോട്ട് കയറാൻ. എന്നിട്ട് നല്ലൊരു എത്ര ചെരുപ്പുണ്ട്? ഒന്നും വേണ്ട, എന്റെ ചെരുപ്പ് എടുക്കുന്നുണ്ടോ? ആ ചെരുപ്പിടാതെ ചെരുപ്പില്ലാതെ വരുവാ. ചെരുപ്പില്ലാതെ ഞാൻ വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വീട്ടിൽ ഇനി എന്നിട്ട് വീട്ടിൽ കയറല്ലേ? കയറല്ലോ, കാലെടുക്കാതെ. നിർത്താവോ? ആണല്ലേ, എന്നാ നിർത്തിക്ക മതി. തുണി വെക്കിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല അടി വെച്ചിരു ഞാൻ. ഇല്ല, നീ ബാഡ് ഗേളാ. നീ ബാഡ് ഗേള്. ഗുഡ് ഗേൾ എന്ന് പറയണെങ്കിലേ നിന്റെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കണം. ചുമ്മാ കയറി ഗുഡ് ഗേൾ എന്ന് പറയാൻ പറ്റുമോ? കോഴിയെല്ലാം കൂടെ ഒരു വല്ലാത്ത രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നു. ഈ കോഴി വല്ലാത്ത രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നത് എന്നാന്ന് അറിയാമോ അമ്മയ്ക്ക്? കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു വല്ലാത്ത രീതിയിൽ കോഴി ശബ്ദം ഉണ്ടാക്കി. നോക്കുമ്പോഴേക്കും കീരി മാമൻ. കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ കോഴി, ഞാൻ കോഴിക്ക് വല്ല ഇതുപോലെ ആണോ ഞാൻ അവിടെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. കീരിയിലൊക്കെ കൂടെ പോകുന്നുണ്ട്. ഫാമിലി, അച്ഛനും അമ്മയും 2 പിള്ളേരും ഉണ്ട്. ഇവരെ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കീരി പാമ്പും ഒക്കെ ഇപ്പം ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. ആരാടി ചെയ്യാൻ തന്നിട്ടുണ്ടേ അപ്പ. കീരിയും പാമ്പും ഫ്രണ്ട്സ് ആയപ്പോഴത്തേന് മനുഷ്യനാ നേരെ തിരിച്ചുപോയി. അങ്ങനെ മനുഷ്യനൊക്കെ ഇപ്പൊ ഭയങ്കര ഇതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. മനുഷ്യൻ പണ്ട് അങ്ങനൊക്കെ തന്നെ. പണ്ടൊന്നും ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. പണ്ട് ഇപ്പം ജാതി പറഞ്ഞും മതം പറഞ്ഞും ഒക്കെ അലമ്പല്ലേ ഇപ്പൊ. പണ്ടൊക്കെ ഞങ്ങളെ പൊടിമറ്റത്തായിരുന്നപ്പോഴത്തേന് ഞങ്ങള് 3 ആൾക്കാർ ഹിന്ദുക്കളും ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഒരു കുടുംബം പോലെ. ഞങ്ങൾക്ക് അറിയത്തില്ല ജാതിയുടെ. അങ്ങനൊക്കെ തന്നെ ഉണ്ട്. എല്ലാവരും ഒന്നും അങ്ങനല്ല അല്ലേടി? എല്ലാവരും അങ്ങനെയാണോ? ജീവിതം ഞങ്ങൾ ഓർക്കുമല്ലോ. എല്ലാം ചില ആൾക്കാരേ ഉള്ളു അങ്ങനെ നോക്കുന്നവര്. നമ്മളൊരാവശ്യം വരുമ്പോ അതുങ്ങൾ എന്തായാലും വീട് അവിടെ പോകും, ഇങ്ങോട്ട് പോകും. എന്തൊരു ഐക്യമായിരുന്നു. ഇന്ന് എല്ലാരും ഒന്നും ഇല്ല. ഇന്ന് ചില ആൾക്കാർക്കും ഇടയിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. TV വെച്ചിട്ട് നീ ആരും അത് കൺട്രോൾ ചെയ്യും? റിമോട്ട് എന്തേ? 6 ഫോണിലുണ്ട്. ആ ഫോണ് ആര് ഓപ്പറേറ്റ് ചെയ്യണം? ഇപ്പൊ തൽക്കാലം കാണണ്ട. ഞാൻ എത്ര പ്രാവശ്യം കഴിയും ഇങ്ങനെ പോകുന്നുണ്ടോ ഉണ്ടാക്കിയതിന്? പിന്നെ പോണം, കുളിയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് പോണം. ഈ ഉത്തരാടപ്പാച്ചിലെന്ന് പറഞ്ഞാൽ ഉത്തരാടത്തിന് ഇങ്ങനെ പോയി പായുന്നതിനെയാണോ ഉത്തരാടപ്പാച്ചിലെന്ന് പറയുന്നത്? ലവ് യു ബേബി വന്നോ?
വെക്കുന്ന ഇടമൊക്കെ നാരായണിയാണ് വിളക്കെല്ലാം തേച്ചെന്ന്. പാവപ്പെട്ട ശ്യാമളമ്മ. ശാംഭവിയേ, ഇതെന്നത് ആരും വന്നോ എന്നും? ആ ഇവിടെ ഇറങ്ങി അവിടെ ആരാ ശങ്കരമാമൻ ഇവിടെ ഇല്ലല്ലോ. തേച്ചു തേച്ചൊക്കെ കഴിഞ്ഞു. അതവിടെ ഇരുന്നോട്ടെ കേട്ടോ, വൈകിട്ട് എടുക്കാനുള്ള തലക്ക് കഴിക്കല്ലേ ഞാൻ പറഞ്ഞു. ദൈവമേ, ഈ വെയില് നാളെയും കൂടി ഈ വെയിലുണ്ടായിരുന്നെങ്കിൽ. ശങ്കരമാവൻ എപ്പോഴാ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ശങ്കരമാവൻ എപ്പോഴെന്ന് ചോദിക്കണം. ഗൾഫിലാണ്, ഗൾഫിൽ. ശാന്തിയോ? ശാന്തി ഗൾഫിൽ നിന്ന് വന്ന്. എല്ലാം അറിയാലോ. ശാന്തി ചേച്ചിയോ? ശാന്തി ചേച്ചി സ്ഥലോ? ശ്രുതിയോ? അതെവിടെയാ? കോട്ടയോ? പാമ്പാടി? പാമ്പാടി. പിന്നെ നീ പോകാത്ത സ്ഥലം വല്ലതും ഉണ്ടോ? നീ പോയിട്ടുള്ളതല്ലേ, പിന്നെന്തിനാ ഞാൻ കൊണ്ടുപോന്നേ? കേട്ടില്ല. അപ്പ വണ്ടി എടുക്കുമ്പോ എവിടെ പോകണമെന്നാ പറഞ്ഞേ? വണ്ടി എടുക്കുമ്പോഴല്ലേ? ആ, കുട്ടൻ കൊച്ചച്ഛന്റെ വണ്ടിക്ക് പോവാം. കളറുണ്ടോ? പറ, കളർ പറ. കളറുണ്ടോ? അത് ഞാനല്ലേ ചോദിക്കണ്ടേ? കളറുണ്ടോ? കളറുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നാ പറ്റി? എന്നാ കളറാ? എന്നാ ക്ലൂ? എന്നാ നമ്മള് കളിച്ചില്ലേ? റെഡാണോ? അത് ഞാനല്ലേ ചോദിച്ചത്. എന്നോട് ചോദിക്കും. ഞാൻ പറയാം, എന്നോട് ചോദിക്കും. എന്നതാ അമ്മ എന്നെ ആലോചിച്ചോ? ആലോചിക്കണമെങ്കിൽ ചോദിച്ചാലേ ആലോചിക്കാൻ പറ്റുള്ളൂ. അതല്ല, ഇത് വേറെ അമ്മയില്ലേ? റെഡോ? ആ, ഇനി എന്നോട് ചോദിക്കും. എന്നോട് പറ. എന്നാ എന്നാ ചോദ്യം? എന്നാ ഇതല്ല, നമ്മള് മനസ്സിലൊരു ദിദല്ല. ഓഫാക്കി വെച്ചോന്ന്. എന്ത് ജീവിയാണിത്? ആരാമേ? നീ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ആനാ മോളെ അവളെ 24 മണിക്കൂർ വിളിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. പിന്നെന്തുവാ? മഴ കറന്നു വരുന്നൊക്കെ. നാരായണ എന്നാടി ഉണ്ടാക്കണേ? ഇതൊക്കെ എന്തുവാ? അറിയത്തില്ല. ഇത് ക്യാരറ്റ്, ഇത് മുട്ട. ആ, ഇല്ല എടുത്ത സാധനം തിരിച്ചു ചോദിക്കാൻ പാടില്ല. ദേഷ്യം വരും അല്ലേ ഇങ്ങനൊക്കെ വറുത്ത വെച്ച് കേൾക്കുമ്പോൾ എടുക്കുമ്പോൾ? സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതൊക്കെ തോന്നും. എന്നാ മഴ ആയിരുന്നു. ഓണത്തിന് നല്ല ആഘോഷിക്കുന്നവർക്കൊക്കെ നല്ലതാ. മഴയാണെങ്കിൽ നേരത്തെ എല്ലാവരും എല്ലാം മേടിച്ച് കഴിച്ച് വീട്ടിൽ കയറും അല്ലേ? വെളിക്കൂടെ ഇറങ്ങി നടക്കാതിരുന്നാ പോരെ? ഓ, അല്ല പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആരാണ്ട് വെളി ഇറങ്ങി നടക്കുന്നു. നമുക്ക് പിഴയ്ക്കാവും വെളിയല്ല ഒരുപോലെ. പുതിയ കണ്ടുപിടുത്തം മഴയുടെ. നമ്മുടെ ആരെങ്കിലും പറഞ്ഞായിരുന്നോ മഴത്തോട് നടക്കാൻ? കഞ്ഞി കുടിക്കുന്നേ? ആ കുക്കറിനകത്ത് വെച്ചല്ലേ എനിക്ക് ചോറായിട്ട് എടുക്കാൻ. ആ ചോറ് തന്നെ കുഴപ്പം? കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞു. എനിക്കൊക്കെ കഞ്ഞാട് കുടിക്കുന്നു തോന്നുന്നു. ഉണ്ടവൻ എന്നാ ഉള്ളതാ? ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട്, ഉണ്ണാത്തവൻ ഇല കിട്ടാഞ്ഞിട്ട്. എന്നുവെച്ചാല് നമ്മൾ ഉണ്ണാത്തവരാ, നമുക്ക് ഇല കിട്ടാനാ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? എന്നുവെച്ചാ ഉണ്ടവൻ എന്ന് പറയുമ്പോ ഉണ്ട് നല്ല വയറിനൊന്നും ആവശ്യമായിട്ട് ഇരിക്കുന്നവർക്ക് മെത്തയുടെ കുറവുണ്ട്. അത് കാര്യം മനസ്സിലായില്ല. അത് ഇവിടെ പറഞ്ഞ പൊരുൾ മനസ്സിലായില്ല. ഓരോരുത്തരുടെ അനുഭവം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞ ഉള്ളവന് കുറെ കൂടെ ഉണ്ടായി
അല്ല അടി ആരാടി ഇപ്പം എന്നാ മഴ വന്നാല് എന്നാ വെളിയിലും എല്ലാം ഒരുപോലെയാണ് ആരാടി ഇപ്പൊ പറഞ്ഞേ? അമ്മയല്ലേ പറഞ്ഞേ? അപ്പൊ അമ്മ തന്നെ ഇതെല്ലാം പറയുന്നു, അമ്മ തന്നെയാണത്. ഞാൻ വേറെ അല്ലല്ലോ, ഞാൻ നിങ്ങളുടെ ആളല്ലേ. നിങ്ങളുടെ ആളെന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ഒന്നല്ലേ. ഞാൻ ഓരോ അനുഭവങ്ങൾ ഓരോരുത്തരുടെ ഓരോ അനുഭവങ്ങൾ വെച്ചാൽ നിങ്ങളുടെ അനുഭവം മറ്റുള്ളവരുടെ അനുഭവം അങ്ങനെ 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 പറഞ്ഞ അത് വെച്ചാ എന്ന് എല്ലാരും എപ്പോഴും ഇങ്ങനെ കിടക്കുമോ? അല്ലേ? അതില്ല, ദൈവം കൂടെ വിചാരിക്കണം കിടക്കണമെങ്കിൽ. ദൈവം അങ്ങനെ വിചാരിക്കല. ദൈവത്തിന് വേറെ ഒരു പരിപാടി ഇല്ലല്ലോ. മാല ഇതെല്ലാം പിന്നെ കണ്ണടിയല്ലേ? ഇത് ഇത്ര നാളോട്ട് ഈ കണ്ണടി കണ്ടില്ല അമ്മ? എന്റെ ഭഗവാനെ, അതാണ് ഞാൻ. അത് തന്നെ അമ്മ, അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ഷോൾ ഇങ്ങനെ ഇത്രയും മണ്ടയിലോട്ട് കയറ്റി ഇടരുത്, ഇവിടെ ഇങ്ങനെ ഇട്. ഞങ്ങൾ ഓട്ടെ. ഞാനും എൻ്റെ ശംഖുവും എൻ്റെ കുഞ്ഞമ്മയും എൻ്റെ ചേട്ടായും നിൽക്കുന്ന ഫോട്ടോ കണ്ടോ അമ്മ? ഈ പളനിയിൽ ആരാണ് ഈ എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഷാമ്പോയ്ക്ക് കൊണ്ട് കൊടുത്ത് അവളും കഴിക്കുക. കണ്ടോ മിടുക്കി. ഈ പ്രായത്തിൽ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? ശ്യാമള എനിക്ക് അടുപ്പ് തന്നില്ല. എങ്ങനെയുണ്ടപ്പാ? അതൊക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സൂപ്പറാണോ? ആ ചേച്ചാച്ചി വരുമ്പോ ഞാൻ പറയാം. ഇതിപ്പോ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? മുട്ട ആദ്യം എടുത്ത് കഴിച്ചിടി. അതിവിടെ വരും. ഇത് എങ്ങനെയുണ്ടെന്ന് പറ. കൊള്ളാമോ? ഇതാരാ ഉണ്ടാക്കിയേ? ഏത് ചേച്ചി? വിണ്ടില്ല. അവളിപ്പോ മനസ്സിലായിരിക്കും, നിനക്കറിയത്തില്ല എന്നാന്നൊക്കെ പറയുന്നത്. ഇറങ്ങട്ടെ. എൻ്റെ ഒരു ആർട്ടിസ്റ്റ് ആംഗിളുണ്ട്. ക്യാമറ പോകുന്ന എങ്ങനെ ചെരുപ്പ് മാത്രം ചെരുപ്പ് കഴിയില്ല. ചേച്ചാച്ചി വരുമ്പോ ഓക്കെ. ഷാൾ നിർത്തുന്നതേ ഉള്ളൂ. പോട്ടെ, മാർക്കർ എടുത്ത് വെക്കാൻ വേണ്ടി തന്നാട്ടോ. അതല്ലേ അല്ല, അങ്ങോട്ട് പോകുമ്പോ ആലോചിക്കാം. അല്ല, അത് മാറ്റാൻ വരുന്നു. जो हड्डियों और मसल्स को स्ट्रॉन्ग रखे। शेल्टन 500 रहो शेल्टन स्ट्रॉन्ग आज और कल।
ഉണ്ടായിരുന്നു. സാവകാശം എന്നാ നോക്ക് നീ എന്നെ ഞാൻ വിളിക്കുന്നില്ലേ ചേച്ചൻ പോയടി ടിപ്പർ വേണോ എന്നോട് ചോദിച്ചു. ടിപ്പറോ ടിപ്പറല്ല എന്നാ എന്തോ സാധനം വേണോ പാല പിക്കപ്പ് വേണോ നിനക്ക്? പിക്കപ്പ് ആ കൊറേ നേരമായി കണ്ടിട്ടില്ല. ചേച്ചാ നിങ്ങൾ നിങ്ങൾ താമസിക്കല്ല, ഞാൻ പോകുന്ന ചേച്ചാ നിങ്ങൾ പോകുന്നതാ. ഒന്ന് തല നനഞ്ഞില്ലപ്പോ ഞാൻ പോയി കുടിക്കട്ടെ. ഞാൻ കേറി വരുന്നത് നീ കണ്ടല്ലേ? നാരായണിയേ നിന്നോട് എന്നാ പറഞ്ഞാ പോയത്? നിന്നോട് നേരത്തെ കുളിക്കാന്ന് പറഞ്ഞായിരുന്നോ? നിനക്ക് അന്നേരം വിളിക്കായിരുന്നല്ലോ. നാരായണി ഭയങ്കര അലമ്പാ കേട്ടോ ഇപ്പം. ഇതെല്ലാം കൂടെ ഞാൻ തരാം. എന്നാ. മതി വെച്ചേക്ക്, കൂടെ അമ്മ കൊടുക്കട്ടെ. മഴയാ ഇടയ്ക്കിടയ്ക്കുണ്ട് ചെറിയ രീതിയിലൊക്കെ. അപ്പ പിടിച്ചോ ഇല്ലേ?